ജയരാജന് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പരിശോധിപ്പിക്കപ്പെടണമെന്നേ, അത് പരാതി കൊടുക്കണം. അത് നിങ്ങൾ അനൗൺസ്മെന്റ് വണ്ടിക്കകത്ത് റെക്കോർഡ് ചെയ്തിട്ട് അത് നാട്ടുകാരെ മുഴുവൻ കേൾപ്പിച്ചിട്ട് അത് പിടിക്കപ്പെടുമ്പോൾ ഞങ്ങളുടെ അനൗൺസ്മെന്റ് വണ്ടിയിൽ മറ്റാരോ മതവർഗീയവാദികൾ നുഴഞ്ഞു കയറി എന്ന് പറയാം. അപ്പൊ നിങ്ങളുടെ അനൗൺസ്മെന്റ് വണ്ടിയിൽ നുഴഞ്ഞു കയറിയ വർഗീയവാദികൾ ആരാന്ന് കണ്ടെത്താനുള്ള ആവേശം വേണ്ട നിങ്ങൾക്ക്? അതും നിങ്ങൾക്കില്ല. നിങ്ങൾക്കൊരു പരാതിയില്ല. കേരളത്തിൽ ഇക്കാര്യത്തിൽ പരാതി ഇല്ലാത്തത് BJP-യും CJP-യും മാത്രമാണ്. CPM നേതാക്കന്മാർക്കും BJP നേതാക്കന്മാർക്കും മാത്രം ഈ വിഷയത്തിൽ ഒരു പരാതിയില്ല. സകല മതേതരവാദികൾക്കും മതേതര വിശ്വാസികൾക്കും മതനിരപേക്ഷരായിട്ടുള്ള സകല മനുഷ്യർക്കും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ബാക്കി എല്ലാ ആളുകൾക്കും ഇക്കാര്യത്തിൽ ഒരു ആക്ഷേപവും ആശങ്കയും പരാതിയൊക്കെ ഉണ്ടെന്നേ. പക്ഷെ ഇതില്ലാത്തത് CPM നേതാക്കന്മാരും BJP നേതാക്കന്മാരുമാണ്. ഇപ്പൊ ഫാത്തിമ തെഹ്ലിയയുടെ വസ്ത്രധാരണം, ഫാത്തിമ തെഹ്ലിയയുടെ സംസാര രീതി, ഫാത്തിമ തെഹ്ലിയയുടെ മുസ്ലിം സ്വത്വബോധം അല്ലെങ്കിൽ ഐഡന്റിറ്റി, അവർ മതവിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഒരു ഷാഫി പറമ്പിൽ അയാൾ കാഫിറാണ്, അയാൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ ദീനിയായിട്ടുള്ള ആളുകൾ അയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്നു. ഷാഫി പറമ്പിലും ഫാത്തിമ തെഹ്ലിയയും പോലുള്ള ആളുകൾ ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ മതേതരത്വം തെളിയിക്കണമെങ്കിൽ അവർ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് വോട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണമെന്ന് എന്താ നിർബന്ധം? ഈ ഷാഫി പറമ്പിലിന്റെ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടായ സമയത്ത് രാഷ്ട്രീയം നിങ്ങൾ ഓർക്കണം, ഈ AKG സെന്ററിലെ ഒരു പ്രധാനപ്പെട്ട ചരിത്ര ഗവേഷകൻ, അവർക്ക് വേണ്ടിയിട്ട് വലിയ ചരിത്രമൊക്കെ ഉണ്ടാക്കി ഗവേഷണമൊക്കെ നടത്തി വിശകലനം നൽകുന്ന ഒരാളാണ് ഡോക്ടർ കെ എൻ ഗണേഷ്. അന്ന് ദീപ നിശാന്ത് എന്ന് പേരുണ്ടായിരുന്ന, ഇന്ന് ദീപ മറ്റേതോ പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരി അടക്കം കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള സാംസ്കാരിക സാമൂഹ്യ ബുദ്ധിജീവികളൊക്കെ പറഞ്ഞ കാര്യമുണ്ട്. ഷാഫി പറമ്പിൽ വോട്ട് ചെയ്താൽ അത് വർഗീയതര വിജയമായിരിക്കുന്നു. ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ഏതെങ്കിലും ഒരു മനുഷ്യർ അവർ മുസ്ലിങ്ങളായതുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യുന്ന മുഴുവൻ മനുഷ്യരും വർഗീയതയ്ക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉള്ള പരിപ്രേക്ഷ്യം ഉണ്ടാക്കിയ വൃത്തികെട്ട മനസ്സിന് ഉടമകളാണ് ഇവര്, ഈ CPM-ന്റെ ഈ പിണറായിസ്റ്റ് വാദികൾ. ഇനി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നു കളഞ്ഞതിന് ശേഷം ആ ഇന്നോവയിൽ ഒട്ടിച്ച, കൊല്ലാൻ വിട്ട ഇന്നോവയിൽ മാഷാള്ള സ്റ്റിക്കർ എന്ന് ഒട്ടിച്ചു. അതിനുശേഷം ഇവർ പറഞ്ഞ പരിധി എന്താ? വള്ളിക്കുന്ന് ജുമാ മസ്ജിദിൽ വെളുപ്പാങ്കാലം വരെ ലൈറ്റ് കിടന്നിരുന്നു, മതവർഗീയവാദികളാണ് ആക്ഷേപം ഉന്നയിച്ചു. മാത്രം വരുന്ന എല്ലാ ഇലക്ഷനും വേറെ ഒന്നും താങ്കൾക്ക് പറയാനില്ലേ? വളരെ വളരെ ദയനീയം. പറയട്ടെ, ഓരോരുത്തരും അവരവരുടെ നിലവാരത്തിനനുസരിച്ചിട്ടുള്ള ചർച്ചയിൽ പറയുക. അപ്പൊ ഞാൻ എന്റെ ഭാഗം പറയട്ടെ മാഷെ, ഞാൻ നിങ്ങളുടെ അത്ര പ്രഗത്ഭനൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഭാഗം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ പറയാം, TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വിട്ട ഇന്നോവയിൽ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് തീരുമാനിച്ചത് എന്ത് കൊന്നതിന് ശേഷം ആ തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിൽ വെളുപ്പാങ്കാലം വെട്ടിന്റെ എണ്ണം കൂടെ അങ്ങ് പറഞ്ഞു തുടങ്ങ്. അതാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു ടേപ്പ് വീണ്ടും പ്ലേ ചെയ്തോളൂ. കുറെ ചർച്ചകൾ ഞാൻ ഇത് കേട്ടിട്ടുള്ളത്, അതുകൊണ്ടാണ്. 51 വെട്ട് രസമുണ്ട്. റാഷിദ ഇടപെടും പ്ലീസ്. റാഷിദ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയും. ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് എന്താ വിഷമം? അദ്ദേഹത്തിന് എന്താ ഇത്ര പ്രയാസം? ഞാൻ എന്റെ ഭാഗം പറയുന്നതിന് താങ്കൾക്ക് എന്താ പ്രയാസം? തൊട്ടടുത്തുള്ള ജുമാ മസ്ജിദിൽ വെളുപ്പാങ്കാലം വരെ ലൈറ്റ് അണയാതെ കിടന്നു എന്ന് പറഞ്ഞത് പാർട്ടി നേതാക്കന്മാർ പത്രത്തിലൂടെയൊക്കെ പറഞ്ഞതാണ്. എന്റെ കയ്യിൽ രേഖകളുണ്ട്, ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞോട്ടെ. താങ്കൾക്ക് ബോറടി ഉണ്ടെങ്കിൽ താങ്കൾ കാത് പൊത്തിയിരിക്കുന്നേ. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയട്ടെ. താങ്കൾ പറഞ്ഞ കാര്യം മുഴുവൻ ഞാൻ കേട്ടില്ലേ? താങ്കൾക്ക് ബോറടി ഉണ്ടെങ്കിൽ ഒന്നിൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങി പോകുക, അല്ലെങ്കിൽ കാത് പൊത്തിയിരിക്കുക. താങ്കൾ പറഞ്ഞ വൃത്തികേട് മുഴുവൻ ഞാൻ കേട്ടില്ലേ? താങ്കൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ. എന്റെ ഭാഗം പറയട്ടെ. അതല്ലേ ഒരു രാഷ്ട്രീയ മര്യാദ? TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വിട്ട ഇന്നോവയിൽ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ബഹളമാക്കണോ? ശ്രീ ജയരാജ്, വളരെ ഭംഗിയായി പോകുന്നൊരു ചർച്ചയാണ്. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഭാഗം പറയുന്നു. അത് ബഹളമാക്കേണ്ടതല്ലോ. അദ്ദേഹം സംസാരിച്ചോട്ടെ, ജിൻഡോ സംസാരിച്ചോട്ടെ. എന്നിട്ട് ഞാനൊരു ഇടവേള എടുത്ത് ഞാൻ അവസാനം താങ്കൾക്ക് ഒരു ഊഴം തരും. റാഷിദ് എനിക്ക് സമയം തന്നെ ഉണ്ട്. എനിക്ക് കുറച്ച് കാര്യം പറയാം. റാഷിദ്, എനിക്ക് സമയം തന്നെ. ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതും മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ചതും അതുപോലെ ഫാത്തിമ തെഹ്ലിക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുന്നതും മാത്രമല്ലെന്നേ, ഈ ഫസൽ വധക്കേസിലെ പ്രതി കാരായി രാജൻ ഫസലിനെ കൊന്നതിന് ശേഷം രക്തം പുരണ്ട വസ്ത്രം വേറൊരാളുടെ വീട്ടിലേക്കിട്ട് പറമ്പിലേക്കിട്ടിട്ട് വർഗീയ എന്താ പറയാ കലാപത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ശ്രമം നടത്തിയ കാരായി രാജനെ കഴിഞ്ഞ ദിവസം അശോകൻ ചെരുവിൽ പറഞ്ഞ എന്താ പറയാ, ക്രിസ്തുവിന്റെ മുഖമാണ് അത്രേ ഓർമ്മ വരുന്നത്. ഇപ്പൊ അരൂര്
കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുമ്പോൾ മാർപ്പാപ്പ എന്നാണ് തോന്നുന്നത് എന്ന്. ഈ കേരളത്തിലെ സകല മനുഷ്യരെയും കട്ടുമുടിച്ച് ഒരു പരുവമാക്കി ആളെ കാണുമ്പോൾ മാർപ്പാപ്പ എന്ന് തോന്നുന്നു. ഇവരിതൊക്കെ പറയുന്നത് യാദൃശ്യമാണ്. ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് ഇവർ വലിയ പ്രചരണം നടത്തുന്ന സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗം എന്ന് പറയുന്ന, എനിക്ക് സമയം തന്നെ റാഷിദേ, 1 മിനിറ്റ് എന്ന് പറഞ്ഞ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതിന്റെ പകുതിയെങ്കിലും പറയാൻ സമയം കിട്ടണ്ടേ? ഈ ശിവൻകുട്ടി അമ്പലത്തിൽ പോകുന്നു, ചന്തക്കുടി തുറന്നു, ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ പാവപ്പെട്ടവൻ വിശ്വാസിയായിട്ടുള്ളവൻ അമ്പലത്തിൽ പോയി അപ്പൊ പറയും മൃദു ഹിന്ദുത്വമാണെന്ന്. ഇവിടെയുള്ള പ്രശ്നം എന്താ? ഇവർക്ക് ഇതൊക്കെ ചെയ്യാം. ഇതെന്താ കാരണം എന്നറിയോ? BJP-യോടൊപ്പം ഉണ്ടുറങ്ങിയ CJP ബന്ധത്തിന്റെ പേരിലാണ് ഇത്രയും സംഘപരിവാർ ബോധം ഇവർ പേർന്നത്. ഈ കായംകുളത്ത് ഒരു UDF-ന്റെ നേതാവ് യാദൃശ്ചികമായി പറഞ്ഞുപോയ ഒരു വാക്കിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി UDF സംഘടനാപരമായി നടപടിയെടുത്തു ഇല്ലേ? ഇവർ ഈ വടകരയിൽ എന്ത് നടപടിയെടുത്തു? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 2 വ്യത്യസ്ത പത്രങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള പ്രചരണ പരസ്യം കൊടുത്തത് CPM അല്ലേ? ന്യൂനപക്ഷ വർഗീയത, ഭൂരിപക്ഷ വർഗീയത എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. ഒരേ സമയം SDPയുടെയും BJP-യുടെയും വോട്ട് വാങ്ങി ജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പാർട്ടിയുടെ പക്ഷം പറയുന്ന ആളാണ് പറയുന്നത് ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതാണ്. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഈ മലർത്തിയടിക്കുന്നതിന്റെ കഥ ഞാൻ ചോദിക്കട്ടെ. VS അച്യുതാനന്ദൻ തോറ്റിട്ടുണ്ടല്ലോ, അത് മലർത്തിയടിക്കുന്നതെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇനി മലർത്തിയടിച്ച കഥയാണെങ്കിൽ വടകരയിൽ കഴിഞ്ഞ പ്രാവശ്യം KK ശൈലജയെ മലർത്തിയടിച്ച ആളുടെ പേര് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അത് നിങ്ങളെ വല്ലാതെ വേട്ടയാടുന്നത് കൊണ്ടാണ് ഇത്തരം വർഗീയ ധ്രുവീകരണത്തിന് പോകുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഈ വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ഒരു ആർജവക്കുറവും ഞങ്ങൾക്കില്ല. SDPയുടെ വോട്ട് വേണ്ട, BJP-യുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താങ്കൾ പത്രം വായിക്കാത്തത് കൊണ്ടാണ് PDP ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്. വെൽഫെയർ പാർട്ടി ഞങ്ങളെ പിന്തുണയ്ക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ അവർക്ക് ഇഷ്ടമുള്ളവരെ പിന്തുണച്ചോട്ടെ. അപ്പോ ഈ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ പലഹാരവും ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ഘട്ടം വരുമ്പോൾ അത് മോശപ്പെട്ടതാണെന്ന് പറയുന്നത് അത് ഈ സങ്കുചിത രാഷ്ട്രീയ ബോധ്യത്തിന്റെ പേരില. ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിൽ PDP, ജമാഅത്തെ ഇസ്ലാമി, SDPI പോലെയുള്ള സംഘടനകളല്ല തെരഞ്ഞെടുപ്പ് വിഷയമാകേണ്ടത്. എന്തേ നിങ്ങൾക്ക് ഹിന്ദു മഹാസഭയുടെ പിന്തുണ വാങ്ങിയ A വിജയരാഘവനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തോന്നാത്തത്? മറ്റൊരു സംഘടനകൾക്കും ഇല്ലാത്ത ബുദ്ധിമുട്ട് എന്താ? ഈ ലീഗ്, SDPI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, PDP എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയ പാപ്പരത്തുള്ളത് കൊണ്ടാ. നിങ്ങളാണ് കേരളത്തിൽ BJP-യേക്കാൾ അധികമായി സംഘപരിവാർ രാഷ്ട്രീയം പറയുന്നത്. നിങ്ങളാണ് യഥാർത്ഥ വർഗീയവാദികൾ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് വർഗീയവാദം തുടർഭരണം വേണ്ടി ശ്രമിക്കുന്ന പറയാം. 1 മിനിറ്റ് താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ജയരാജ് പറഞ്ഞ അനുസരിച്ചിട്ട് SIT വെച്ച് ഏറ്റവും നല്ല രീതിയിൽ അന്വേഷണം നടത്തി. ജയരാജ് കുറ്റം ആരോപിച്ചവരല്ല ജയിലിൽ കിടന്നത്. ഇവരുടെ പാർട്ടിയുടെ സഖാവ് പത്മകുമാർ, മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം, സഖാവ് വാസു, ഇവരുടെ ദേവസ്വം ബോർഡിന്റെ മുൻ ചെയർമാൻ അടക്കം സഖാക്കന്മാർ ജയിലിൽ കിടന്നത് SITയുടെ ശരിയായ അന്വേഷണത്തിന്റെ ഭാഗമാണ്. ജയരാജ് ആരോപിച്ച ആരോ അല്ല ജയിലിൽ കിടന്നത്. ഇനി എനിക്ക് ജയരാജിനോട് പറയാനുള്ളത്, നിങ്ങൾ എത്ര വർഗീയ പ്രചരണം നടത്തിയാലും മെയ് 4-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ പേരാമ്പ്രയിലെ ജനപ്രതിനിധിയുടെ MLA-യുടെ പേര് 10,000-ലധികം വോട്ടിന്റെ, ഏറ്റവും കുറഞ്ഞത് 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഫാത്തിമ തെഹ്ലിയ MLA എന്നായിരിക്കും. എഴുതി വെച്ചോ. നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്കൊരു പരാതിയുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തതാണ് ഈ തെമ്മാടിത്തരം. നിങ്ങൾ ചെയ്തതാണ് ഈ തെമ്മാടിത്തരം. വർഗീയ വിദ്വേഷ പ്രചരണങ്ങളിലൂടെ ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസാന ശ്രമമാണ് നിങ്ങൾ നടത്തുന്നത്. സ്വപ്നം കാണുന്നത് നിങ്ങളാണ്. തുടർഭരണ സ്വപ്നം കണ്ടുകൊണ്ട് ഒരേ സമയം BJP-യെയും RSS-നെയും എല്ലാവരുടെയും രാഷ്ട്രീയം പറയട്ടെ. പറയാനുള്ളത് വളരെയധികം നന്ദി ശ്രീ ജിൻഡോ.